തിരുവനന്തപുരം നഗരസഭയിലെ കയ്യാങ്കളിയിൽ ബിജെപി പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. യുഡിഎഫ് വനിതാ കൌൺസിലർമാരുടെ പരാതിയിലാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത്. ചെമ്പഴന്തി ഉദയൻ, പാപ്പനംകോട് സജി, ഗിരി, രതീഷ് തുടങ്ങിയ കൌൺസിലർമാർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. വനിതാ കൌൺസിലർമാരെ തടഞ്ഞുവെച്ചെന്നും മർദ്ദിച്ചെന്നുമാണ് എഫ്ഐആർ. ഡാൻ കുര്യൻ ചേരും കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, ഇപ്പോഴത്തെ ഇവർക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സുഗതനെ പുനഃസത്യപ്രതിജ്ഞ ചെയ്യാനുള്ള നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് ബിജെപി. സുഗതനെ പുറത്തിറക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുന്നു. അതിനെതിരെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ അതിനെതിരെ ഉള്ള പ്രതിഷേധത്തിനായി കൂടുതൽ മുന്നൊരുക്കങ്ങൾ നടത്തുകയാണ് യുഡിഎഫും സിപിഎമ്മും അടക്കമുള്ള ആളുകൾ. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കോർപ്പറേഷനിൽ ഉണ്ടാകുമെന്ന് വേണോ നമ്മൾ പ്രതീക്ഷിക്കാൻ? നാടകീയമായ സംഭവങ്ങൾക്കാണ് തിരുവനന്തപുരം നഗരസഭ വേദിയായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 4 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് UDF BJP അംഗങ്ങൾ തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതിൽ UDFിൻ്റെ വനിതാ കൗൺസിലർമാർ അടക്കം ആശുപത്രിയിൽ ചികിത്സ തേടിയതിന് പിന്നാലെയാണ് മ്യൂസിയം പോലീസിനും നഗരസഭാ സെക്രട്ടറിക്കും പരാതി നൽകുന്ന സാഹചര്യമുണ്ടായത്. മ്യൂസിയം പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയിലാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെമ്പഴന്തി ഉദയൻ ഉൾപ്പെടെ 4 പേർക്കെതിരെ, 4 BJP കൗൺസിലർമാർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സമാനമായ തരത്തിൽ മേയറുടെ ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് നടന്ന പ്രതിഷേധങ്ങൾക്കിടെ ഉണ്ടായ സംഘർഷങ്ങളുടെ പേരിൽ മേയറെയും ഡെപ്യൂട്ടി മേയറെയും മുൻ ഉൾപ്പെടെയുള്ളവരെയും പ്രതി ചേർത്തുകൊണ്ട് മ്യൂസിയം പോലീസ് 4 കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെയുണ്ടായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വീണ്ടും കേസെടുത്തിരിക്കുന്നത്. അതേസമയം BJP അംഗങ്ങൾ UDF കൗൺസിലർമാർക്കെതിരെയും സമാനമായ തരത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് ഇതുവരെ ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും ഈ സംഭവം വലിയ തരത്തിൽ ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന പശ്ചാത്തലത്തിൽ നഗരസഭയിൽ പോലീസിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് സുഗതനെ പുറത്താക്കണമെന്ന ആവശ്യം ശക്തമാക്കിക്കൊണ്ട് പ്രതിഷേധം കൂടുതൽ സജീവമാക്കാനുള്ള നീക്കത്തിലേക്ക് LDFും അതോടൊപ്പം UDFും എത്തിയിരിക്കുന്നത്. നഗരസഭാ കവാടത്തിൽ UDFിൻ്റെ റിലേ സത്യാഗ്രഹം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ പ്രതിഷേധങ്ങൾ ഇങ്ങനെ തുടരുന്നതിനിടയിൽ സുഗതന്റെ പുനഃസത്യപ്രതിജ്ഞ അടിയന്തരമായി നടത്തുന്നതിനുള്ള നീക്കമാണ് BJP നടത്തുന്നത്. വിയ്യൂർ ജയിലിൽ കഴിയുന്ന സുഗതനെ ഇളവ് തേടിക്കൊണ്ട് കാപ്പ ഉപദേശക സമിതിയെ സമീപിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അനുകൂല തീരുമാനമുണ്ടായില്ല എങ്കിൽ ഹൈക്കോടതിയെ സമീപിച്ച് 1 ദിവസത്തേക്ക് ഇളവ് നേടാനുള്ള നീക്കമാണ് BJP കേന്ദ്രങ്ങൾ നടത്തുന്നത്. അത്തരത്തിലൊരു ഇളവ് ലഭിച്ച് സുഗതനെ സത്യപ്രതിജ്ഞ ചെയ്യിക്കാനായി നഗരസഭയിലേക്ക് എത്തിക്കുന്ന സാഹചര്യമുണ്ടായാൽ അതിന് ഒരു തരത്തിലും അനുവദിക്കേണ്ടതില്ല എന്നൊരു രാഷ്ട്രീയ തീരുമാനത്തിലാണ് LDFും UDFും ഉള്ളത്. അതിശക്തമായ പ്രതിഷേധങ്ങൾക്ക് അങ്ങനെയെങ്കിൽ നഗരസഭ വേദിയാകുമെന്ന മുന്നറിയിപ്പ് ഇന്നലെ ഇരു പാർട്ടികളുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയൊരു സംഘർഷഭരിതമായ സാഹചര്യത്തിൽ നഗരസഭയുടെ ഭരണം തന്നെ അനിശ്ചിതത്വത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് സംഘർഷ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് പോലീസ് വിന്യാസം ഇവിടെ ശക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.